അതുപോലെ സാറിനൊരു വലിയ ആക്സിഡൻറ്റ് ഒരിടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്തായിരുന്നു സാർ? കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അതെ അതെ. അതൊക്കെ നമുക്ക് ഭയങ്കര പിന്നീട് പോസിറ്റീവായിട്ട് മാറാണ്. ഈ കാർ ആക്സിഡൻറ്റ് പോസിറ്റീവ് എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഈ ഒരു 6 മന്ത്സോളം ഫുള്ള് വീട്ടിൽ തന്നെയൊക്കെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബെഡ് റിഡനൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടി. നമുക്ക് വലിയ റിയലൈസേഷൻസ് നമുക്ക് ധാരാളം വായിക്കാനും ഒക്കെയുള്ള സമയം കിട്ടുകയാണല്ലോ. അപ്പം നമ്മളുടെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു മാറ്റം അങ്ങനെയും ഞാൻ ആ അവസരത്തെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അറസ്റ്റ് ചെയ്ത സമയമൊക്കെ പല ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് എല്ലാം പീപ്പിളാണെന്നുള്ളൊരു തിരിച്ചറിവ് അല്ലേ. നമ്മൾ ബിസിനസ്സിൽ ഫുൾ ടൈം ലൈവായിരുന്ന സമയത്ത് ആണ് അത് ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്തുന്ന നമ്മുടെ ടീമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ടീമിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് റിയലൈസ് ചെയ്യപ്പെട്ട അവിടെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒഴിവ് സമയം കിട്ടുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വായിക്കാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു വലിയ അവസരമായിട്ടത് മാറി.